പറഞ്ഞത് കേരളത്തിലെ നിയമസഭയുടെ അകത്തളത്തിൽ മുകളിൽ കയറിയ ശിവൻകുട്ടിക്ക് പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് റിയാസ്, മൂന്നുപേരെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കെതിരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഒരു വിചാരണ സദസ്സ് നടക്കുകയാണ്. ഈ വിചാരണയിലൂടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിചാരണയാണ് ഐക്യജനാധിപത്യ മുന്നണി പൂർത്തിയാക്കുന്നത്. ഈ വിചാരണ കഴിഞ്ഞാലുടൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ നയിക്കുന്ന സമരാഗ്നി എന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സമരോജ്വല രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് കാസർഗോട്ടിന്റെ മണ്ണിൽ. തീർച്ചയായും ഒരു ഗവൺമെന്റിന്റെ മധ്യാഹ്നത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഈ ഒരു സമരത്തെ നേരിടാൻ ശ്രീ ഗോവിന്ദൻ സൂചിപ്പിച്ച ഏതു മങ്ങിയ സൂര്യനും ഈ കേരളത്തിന്റെ മണ്ണിൽ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ യോഗം. ഈ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഈ എറണാകുളത്തിന്റെ മണ്ണിൽ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരെ, വിശിഷ്യ ശ്രീ TJ വിനോദ് MLA അഭിമാനപൂർവ്വം നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് യൂണിയൻ. നമ്മുടെ എല്ലാ ആവേശവും വികാരവും കേരള ജനതയുടെ ജനാധിപത്യത്തിന്റെ പ്രതീകവുമായി നമ്മുടെ മുന്നിലുള്ള ശ്രീ വി ഡി സതീശനെ ഈ യോഗത്തിന് വേണ്ടി സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുക. അദ്ദേഹത്തെക്കുറിച്ച് ആമുഖമോ വിശദീകരണമോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സിലെന്നും ജനാധിപത്യ ബോധം ഉയർത്തിക്കൊണ്ട് ആവേശം കത്തിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏറ്റവും ആദരവോടുകൂടി ഈ ജനസദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ KVP കൃഷ്ണകുമാർ, ബഹുമാന്യനായ നമ്മുടെ MP ശ്രീ ഹൈബി ഈഡൻ, പ്രിയപ്പെട്ട ശ്രീ TJ വിനോദ് MLA, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ ഷിബു തെക്കുംപുറം, ശ്രീ പെരിയ ബാലകൃഷ്ണൻ, ശ്രീ KP ഹരിദാസ് വക്കീൽ, ശ്രീ ലൂഡി ലൂയിസ് ഉൾപ്പെടെ ഉള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ പിണറായി സർക്കാരിന് ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്താദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം ഒരു സർക്കാരിനെതിരായി കുറ്റപത്രം നൽകി ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്നു. ഈ വിചാരണയിലൂടെ ഇതിന്റെ അന്തിമമായ വിധിന്യായ ദിവസമൊക്കെ വരാൻ പോകുന്നത് വിധി പ്രഖ്യാപിക്കുന്നത് ജനങ്ങളാണ്. ഇവിടെ ഇവരുടെ പൊയ്മുഖങ്ങൾ അനാവരണം ചെയ്യുന്നു. ഇവരാരാണ്? ഇവരെന്താണ്? ഇവർ നമ്മുടെ കേരളത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം. കേരള ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ഈ ദുർഭരണക്കാര് ഇവർ കേരളത്തെ എങ്ങനെയാണ് തകർത്തത് എന്ന് നമ്മൾ അറിയണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഖജനാവിന്റെ സ്ഥിതി? നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ ട്രഷറി 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ബില്ല് പാസ്സായി. 20 ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ധനകാര്യമന്ത്രി ഒരു ഉത്തരവ് കൂടിയിട്ടു. എന്താണ്?
1,00,000 രൂപയ്ക്ക് മീതെയുള്ള ഒരു ബില്ലും പാസ്സാവില്ല. 1,00,000 രൂപയ്ക്ക് താഴെയും പാസ്സാവില്ല. വാങ്ങിച്ചു വയ്ക്കും, പിന്നെ തരാന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ അറിയണം, കേരളത്തിന്റെ ഖജനാവ് താഴിട്ട് പൂട്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ആവാസ നാടകം മുൻപിൽ നടത്തിയത്. നിങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലർമാരും ഇരിക്കുന്നുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒന്ന് പുല്ല് വെട്ടിയതിന്റെ ബില്ല് കൊടുത്താൽ ശരി, ഇത് പാസ്സാവും. ഒരോട പണിതാൽ അതിന്റെ ബില്ല് പാസ്സാവോ? ഒരോട പണിയാൻ പോലും പണമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2ാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ പകുതി കൊടുത്തു. പകുതി ഇനിയും കൊടുത്തിട്ടില്ല. പകുതി കൊടുത്തിട്ട് എന്താ കാര്യം? ബില്ല് പാസ്സാവില്ല. വിജയേന്ദ്ര പണം ചെലവഴിക്കാൻ പറ്റില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ചിലരുടെ ജാതകം തുറക്കുമ്പോ തന്നെ ഉണ്ടാവും രാജയോഗമാണ്. ഭയങ്കര സന്തോഷവും ആർക്കാണെങ്കിൽ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കഴിയുമ്പോ എഴുതി വെച്ചാലും വേറെ സ്ഥലത്ത് രാജയോഗം അനുഭവിക്കാനുള്ള യോഗമില്ല. അതാണിപ്പോ ലോക്കൽ ബോഡിയുടെ സ്ഥിതി. പകുതി പൈസ വന്നു, സന്തോഷമായി എല്ലാവർക്കും. പക്ഷേ പണം ബില്ല് കൊടുക്കാൻ പറ്റില്ല, തീർന്നില്ലേ? അപ്പൊ പണം കൊടുത്തേണ്ടില്ല. ഇനി 3ാം ഗഡു കിട്ടും. എന്ന് കിട്ടുമെന്നറിയാം? മാർച്ച് 31-ാം തീയതി വൈകുന്നേരം 5 മണിയായിരുന്നു. പിന്നെ ചെലവാക്കാൻ പറ്റില്ലല്ലോ. ഇതാണ്. ഒരു പൈസയില്ല സർക്കാരിന്റെ കയ്യിൽ, ഒരു പൈസയും. നിങ്ങൾ ആ 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി, മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, കഞ്ഞി കുടിക്കാൻ പണമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുകയാണ് കേരളത്തിൽ. വൃദ്ധരായ ആളുകൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, എത്രയോ ആളുകൾ. ആര് നോക്കുന്നു? ആര് ശ്രദ്ധിക്കുന്നു? 5 മാസം കഴിഞ്ഞു, 6ാം മാസത്തിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ പോയാൽ നമ്മൾ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി കാർഡ് ചെലവാകും. കാസ്പ പദ്ധതി എല്ലാ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് കൂടി തീരുമാനിച്ചു. കോടിക്കണക്കിന് രൂപ അവർക്ക് സർക്കാർ കൊടുക്കാനുണ്ട്. ഇനി കാസ്പിന്റെ കാർഡ് സ്വീകരിക്കേണ്ട. സാധാരണക്കാരനാണ്. ആശുപത്രിയിൽ പോയാൽ മരുന്നുകളില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് സപ്ലൈ ചെയ്ത വിതരണക്കാർക്ക് പണം കൊടുക്കാൻ കോടികൾ. ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് എഴുതി തരും പുറത്തേക്ക്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കണം. പാവപ്പെട്ടവന്റെ സ്ഥിതിയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി നിലച്ചു. തളർന്നു കിടക്കുന്നവരെ പരിചരിക്കാനുള്ള നമ്മൾ കൊണ്ടുവന്ന ആരോഗ്യ കേരളം പദ്ധതി ഒരു പൈസ കൊടുക്കുന്നില്ല. ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് എന്തായിരുന്നു ബഹളം. ഈ വർഷം അനുവദിച്ചത് 717 കോടി. ഇത് കടലാസിൽ കൊടുത്തത് എത്രയാണെന്നറിയാമോ? 18 കോടി. പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ കണക്കുകൂട്ടി എന്താ ചോദിക്കുന്നത്? 1ാം ഗഡുവവിടെ, 2ാം ഗഡുവവിടെ, 3ാം ഗഡുവവിടെ? ഒരു ഗഡുവില്ല. കര കെട്ടി ഭിത്തി കെട്ടാൻ പണമില്ല. ഭിത്തി കെട്ടി വാർക്കാൻ പണമില്ല. പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, ജനറൽ കാറ്റഗറി ആർക്കും കൊടുക്കാൻ പണമില്ല. എവിടെ പോയി അപ്പോ ലൈഫ് മിഷൻ പദ്ധതി? കൊടുക്കാൻ പണമില്ല. ഉച്ചയൂണിന് സ്കൂളിൽ 8 വർഷം മുമ്പ് ഉണ്ടാക്കിയ റേറ്റാണ്. 8 വർഷം മുമ്പുള്ള സാധനങ്ങളുടെ വില 200-300% ഇരട്ടിയാണ് വില വർധനവ്. മാറ്റിയിട്ടില്ല. അതുപോലും 5 മാസമായി കൊടുക്കുന്നില്ല. ഞാൻ പറയും, അധ്യാപകരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഒരു ദിവസം ലക്ഷ്യമാവണം. ഹെഡ് മാസ്റ്റർ ആവണം, അല്ലെങ്കിൽ ഹെഡ് ആവണം. നിങ്ങൾ അറിയണം, 100 കണക്കിന് അധ്യാപകർ കേരളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു സർക്കാരിന്. ദയവ് ചെയ്ത് ഞങ്ങൾ എച്ചമാക്കരുത്. എച്ചമാക്കിയാൽ എച്ചമിന്റെ വീട്ടിലെ പിള്ളേർ പട്ടിണിയാവും. കാരണം എച്ചമിന്റെ പോക്കറ്റിൽ നിന്ന് വേണം ഉച്ചഭക്ഷണം കൊടുക്കാൻ. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ പണമില്ലാത്ത ഈ സർക്കാരാണ് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും സ്റ്റേജിട്ട്
ഈ ആർഭാട നാടകം നവകേരള സദസ് കേരളം മുഴുവൻ നടത്തിയത്. 12,000 കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചു. ജീവനക്കാർക്ക് 6 DA കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ മരിച്ചു. 40,000 കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത്. സ്ഥാപനങ്ങളോ KSRTC തീരുമാനമായി. പെൻഷനുമില്ല, ശമ്പളമില്ല. പാവപ്പെട്ടവന്റെ പൊതുഗതാഗത സംവിധാനം കൂട്ടുകയാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ, വല്ലതുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു സോപ്പും ജീപ്പും കണ്ണാടിയുണ്ട്, അതല്ലല്ലോ വേണ്ടത്. സബ്സിഡി കൊടുക്കുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾ, ഒരു സാധനവും അവിടെ ഇല്ല. എന്റെ കാര്യം 3 മാസമായി വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. 6 മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക 1,500 കോടി. നെല്ല് സംഭരിച്ചതിന്റെ തുക കൊടുക്കാൻ 1000 കോടി. കിറ്റ് ഓർമ്മ, കിറ്റ് പല കിറ്റ് ഇലക്ഷൻ കാലത്ത് ആ കിറ്റിന്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. 4,000 കോടി രൂപ സർക്കാർ കൊടുക്കാനുള്ള ബാധ്യത സപ്ലൈകോയ്ക്ക്. ക്രിസ്മസ് ചന്ത തുടങ്ങാൻ തൃശൂരിൽ മേയറും MLA വന്നു. മേയറും MLA രണ്ടുപേരും LDF ആണ്. ചന്ത തുടങ്ങാൻ പറ്റാതെ തിരിച്ചുപോയി. കാരണം ഒരു സാധനവും. ഞാൻ പറഞ്ഞു വിനോദിനറിയാം, ഞങ്ങൾ നിയമസഭയിൽ ഇതിനു മുൻപ് ഇത് കൊണ്ടുവന്നു. സപ്ലൈകോയിൽ സാധനമില്ല. കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ മുമ്പിൽ ഒരു ബോർഡ്, മാവേലി സ്റ്റോറിന്റെ മുന്നിൽ. എന്താ? അതാണ് വായിച്ചത് ഞങ്ങൾ നിയമസഭയിൽ. കടല ഇല്ല, പരിപ്പ് ഇല്ല, ചെറുപയർ ഇല്ല, വെളിച്ചെണ്ണ ഇല്ല. അപ്പൊ മന്ത്രി ചൂടായി. മന്ത്രി പറഞ്ഞു അതൊക്കെ തിരുത്തിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയണ്ടേ നിയമസഭയെ നുണ പറയാൻ പറ്റുമോ? അപ്പൊ അന്വേഷിച്ചപ്പോ സത്യമാണ്. എന്താ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് മാവേലി സ്റ്റോറിലെ മാനേജറെ പേരിട്ടു. അപ്പൊ അയാൾ ആ ബോർഡിൽ മുഴുവൻ തുണി കൊണ്ട് മാച്ചു, ഇല്ല ഇല്ല എന്നുള്ളത്. എന്നിട്ടൊരു ചോക്ക് കൊണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് എഴുതി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ അതിന്റെ മുന്നിൽ കൂടി പോയി. അവരിത് കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. കാരണം എത്രയോ മാസം കൂടി മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ എല്ലാം വന്നിരിക്കുന്നു. ഇവര് വിളിച്ചുകൂടി, ആളുകൾ ഓടിക്കൂടി. അപ്പോ പറഞ്ഞു 1 കിലോ കടല പറഞ്ഞില്ല, 1 കിലോ ചെറുപയർ ഇല്ല, 1/2 കിലോ വെളിച്ചെണ്ണ ഇല്ല. അതെന്താ സാറേ എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ട് ഇതെല്ലാം ഇല്ല ഇല്ല എന്ന് പറയുന്നത്? അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എല്ലാം ഉണ്ട് ഉണ്ടെന്ന് എഴുതി വെക്കാൻ ഇവിടെ ഒരു കുന്തോയില്ല. ശരിയാണോ? വല്ലതുകൊണ്ടോ മാവേലി സ്റ്റോറിൽ? മാർക്കറ്റിൽ വിലക്കയറ്റമുണ്ടാകുമ്പോൾ ഇടപെടേണ്ട കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനമാണ് സപ്ലൈകോ. കൂട്ടുകയാണ്. ഈ വൈദ്യുതി ബോർഡ് 7-8 മാസം മുമ്പ് വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ? ഇപ്പൊ വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി. മന്ത്രി പറഞ്ഞറിയോ, ഞാൻ എല്ലാ കൊല്ലം കൂട്ടുന്നു. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇരിക്കുന്നില്ല. ഈ പരിതാപകരമായ അവസ്ഥ നിങ്ങൾ അറിയണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് എല്ലാവർക്കും 20 പൈസ കുറച്ചു തന്നൊരു യൂണിറ്റ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 1957 മുതൽ നമ്മൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ 2016 വരെ വൈദ്യുതി ബോർഡിന്റെ ആകെ കടം 1083 കോടി രൂപ. 2016 ഈ 7.5 കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാണെന്ന് അറിയാമോ? തലചുറ്റരുത് പറയാം, 40,000 കോടി. അത്രേ പറ്റിയിട്ടുള്ളൂ. അഴിമതി, കെടുകാര്യസ്ഥത നിങ്ങൾ നോക്കിക്കോ. എല്ലാ വർഷമല്ല, എല്ലാ മാസവും കൂട്ടേണ്ടി വരും വൈദ്യുതി ചാർജ്. ആ സ്ഥാപനം തകർച്ചയുടെ വക്കിൽ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്
ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പൂട്ടി. ക്ഷേമനിധി ബോർഡുകൾ ആദ്യമായി പൂട്ടുന്ന സർക്കാർ എന്നുള്ള ഖ്യാതിയാണ് ഈ സർക്കാരിന്. ഇനിയും പൂട്ടാൻ പോവുകയാണ്. സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ടെക്സ്റ്റൈൽ മില്ലുകളും പൂട്ടി. സ്പിന്നിംഗ് മില്ലുകൾ, കെ കരുണാകരന്റെ കാലത്ത് തുടങ്ങിയ സ്പിന്നിംഗ് മില്ലുകൾ എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ധിക്കാരത്തിന് കുറവുണ്ടോ? അഴിമതിക്ക് വല്ല കുറവുണ്ടോ? 3 മാസം മുമ്പ് പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസ് റെയ്ഡ് ചെയ്തു. അയാളെ കിടക്കയുടെ ഉള്ളിൽ നിന്ന് 1.25 കോടി രൂപ എടുത്തു. കൈക്കൂലി വലിച്ച കാശ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെയാണെങ്കിലും ചിലപ്പോ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം ചോദിച്ചു. ആരോടാന്നറിയാം? വില്ലേജ് ഓഫീസറോട്. അയാളുടെ കീഴണി വില്ലേജ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം, നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഇത്രയും കോടി രൂപ ഒരാൾ കൈക്കൂലി മേടിക്കുന്ന. ഞാൻ അപ്പം തന്നെ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രിയുടെ ചോദ്യം. കറക്റ്റ്. എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അങ്ങയുടെ ഓഫീസിൽ 1ാം സ്ഥാനക്കാരനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ പോയി. ഇയാൾ അറിഞ്ഞില്ല. വില്ലേജ് ഓഫീസറെ വരുത്തിയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേന്ന് നമ്മൾ ഇയാളോട് ചോദിക്കണ്ടേ? ഇയാൾ അറിഞ്ഞില്ലേ? ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയത് 100 ദിവസം കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ വന്നൊന്ന് വിശ്രമിച്ചു. 7 ദിവസം. എന്നിട്ട് വീണ്ടും ലൈഫ് മിഷൻ കൊലക്കേസിൽ ജയിലിൽ പോയി. ആരാ ലൈഫ് മിഷന്റെ ചെയർമാൻ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിഞ്ഞില്ലേ പോയത്? അഴിമതിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ. അതെന്ത് ക്യാമറയാണ്? കൊല്ലത്തെ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അത് മാത്രം ആ ക്യാമറയില്ല. അതിനാണ് കടത്തിണ്ണയിൽ വെച്ചിരുന്ന ക്യാമറയിലാണ് കിട്ടിയത്. ഈ ക്യാമറ നിങ്ങളുടെ പോക്കറ്റിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പോക്കറ്റിലേക്ക്. നിങ്ങളുടെ പോക്കറ്റ് മാത്രമേ കാണുള്ളൂ. കോടികളുടെ അഴിമതിയാണ്. കോടികളുടെ അഴിമതി. ഞങ്ങളൊരു ഗവേഷണം നടത്തി. ആദ്യം കെൽട്രോൺ എന്നൊക്കെ കണ്ടു. അവസാനം വന്നപ്പോ അവസാനത്തെ കമ്പനി ആരാ? മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനി. ഞാൻ നോക്കിയപ്പോ വേറൊരു കമ്പനി കൂടി. ഇവര് തമ്മിൽ ധാരണ. വേറൊരു കമ്പനി ആരാ? ഈ കേസിൽ ഈ കോൺട്രാക്റ്റിൽ പണം മുടക്കുന്ന കമ്പനി. അമ്മായി അച്ഛന്റെ കമ്പനി നോക്കി നിൽക്കുമല്ലോ, കാശ് മുടക്കൂല. പിന്നെ ഒരു ക്ലോസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പണം മുടക്കുന്ന കമ്പനിക്ക് ലാഭത്തിന്റെ 40% വിഹിതം. പണം മുടക്കാതെ നോക്കിയിരിക്കുന്ന അമ്മായി അച്ഛന്റെ കമ്പനിക്ക് 60% ലാഭ വിഹിതം. എങ്ങനെയുണ്ട്? അടുത്തത് K4. എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടിയോ? എവിടെ കിട്ടാൻ പോകുന്നില്ല. 1500 കോടി രൂപയുടെ പദ്ധതി. അതിലും അമ്മായി അച്ഛന്റെ കമ്പനി തന്നെ. ഒരു വ്യത്യാസമില്ല. ഞങ്ങൾക്കൊരു കാര്യം നിർബന്ധമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒന്നും കൊടുക്കൂല. ഞാൻ പറഞ്ഞൊരു പെട്ടിയുണ്ട് ആ വീട്ടിൽ. കേരളത്തിൽ എവിടെ അഴിമതി നടന്നാലും അഴിമതി പണം ഒഴുകിയെത്തും ആ പെട്ടിയിൽ. ഞാൻ മാജിക് ബോക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. എവിടെ അഴിമതി അതിന്റെ അകത്ത് വരും. മാസപ്പടി വിവാദം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആലുവയിലെ CMRL കമ്പനിയുമായി ധാരണയിലെത്തി. അവർക്ക് സോഫ്റ്റ്വെയർ സർവീസ് ചെയ്തു കൊടുക്കാം. സേവനങ്ങൾ. ഒരു തെറ്റുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി ഉണ്ടാക്കാം, വേറെ കമ്പനിയായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാം, സോഫ്റ്റ്വെയർ സർവീസ് കൊടുത്ത് കാശും മേടിക്കാം. ഇവിടെ എന്താ പണം വന്നു അക്കൗണ്ടിലേക്ക്, കോടികൾ വന്നു. അപ്പൊ ഇൻകം ടാക്സ് പിടിച്ചു മറ്റേ കമ്പനിയെ. അവരുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു, ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസും കിട്ടിയിട്ടില്ല. അതെന്താണ്? സോഫ്റ്റ്വെയർ സർവീസ് കിട്ടാതെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് പോയത്. ഷിയാസിന്റെ അക്കൗണ്ടിലേക്കും ഫ്രാൻസിസ് ജോർജിന്റെ അക്കൗണ്ടിലേക്കും വെറുതെ ആരെങ്കിലും പൈസ ഇട്ട് കൊടുക്കും. ഒരു സേവനം ചെയ്യാതെ. അതിനാണ് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത്. അതവിടെ നടക്കുവാണ്. പിന്നെ ഒരു അഴിമതി വന്നു. 6ാമത്തെ അഴിമതി ഏതാ? മഹാമാരിയുടെ കാലം ഓർമ്മയുണ്ടോ? വൈകുന്നേരം 6 മണിയാകുമ്പോൾ അദ്ദേഹം വരും.
TV-യിൽ നമ്മൾ എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് അസുഖമുണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ പോയി. അപ്പൊ എന്തെല്ലാം ഉപദേശമായിരുന്നു വീട്ടമ്മമാരോട്. നിങ്ങൾ ഒരു കറി മാത്രമേ വെക്കാൻ പാടുള്ളൂ, കൂടുതൽ ചെലവാക്കരുത്, പശുവിന് പുല്ല് കൊടുക്കാൻ മറക്കരുത്, പറന്നു പോകുന്ന പക്ഷികളെ കൈകൊട്ടി തിരിച്ചു വിളിച്ച് പാലും പഴവും കൊടുക്കണം. കരഞ്ഞു പോകും കേട്ടാൽ. മനുഷ്യരോട് മാത്രമല്ല സർവ്വ ജീവജാലങ്ങളോടും ദയാവായ്പുള്ള ഒരു മനുഷ്യൻ. 2 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന്റെ പുറകിൽ അഴിമതിയായിരുന്നു. കൊള്ള PP കിറ്റ് ഓർമ്മയുണ്ടോ? 450 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന PP കിറ്റ് 300% വില വർധനവിൽ 10,000 കണക്കിന് എണ്ണം 1,550 രൂപയ്ക്ക് മേടിച്ചു. 7 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് 14 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് പറ്റിയതെല്ലാം മേടിച്ചു. ഓക്സിമീറ്റർ, തെർമോമീറ്റർ, ഫ്രിഡ്ജ് എല്ലാം. 1032 കോടി രൂപയുടെ അഴിമതി. നമ്മൾ ലോകായുക്തയിൽ കേസ് കൊടുത്തു. സർക്കാർ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി സർക്കാരിനെ ഓടിച്ചു. പോയി കേസ് നടത്താൻ പറഞ്ഞു. അപ്പൊ ശൈല ടീച്ചറെ പ്രതി ആരോഗ്യമന്ത്രി അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ? അപ്പൊ അവരൊരു മറുപടി പറയും, മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായില്ല. അതുപോലെ അത് കേസ് നടക്കുക. കഴിഞ്ഞ മാസം CR-80യുടെ ഒരു റിപ്പോർട്ട് വന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്താണ്? മഹാമാരിയുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിലൂടെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തു. കാലാവധി കഴിഞ്ഞ മരുന്ന് കമ്പനി കത്തിച്ചു കളയണമെന്നാണ്. അപകടമാണ്. അപ്പൊ ഇവര് ചെയ്തെന്താ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വയ്ക്കും. അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അപ്പൊ കമ്പനി പറയാം, ഞങ്ങൾ ഈ മരുന്ന് തരാം, കളയാൻ പറ്റുന്ന മരുന്നാ, ഞങ്ങൾക്ക് 100 കോടിയൊന്നും വേണ്ട, ഒരു 20 കോടി തന്നാൽ മതി. ബാക്കി 80, അവർക്ക് 20 കോടി ലാഭമല്ലേ, കത്തിക്കാൻ പറ്റുന്ന മരുന്നല്ലേ. ബാക്കി 80 കോടി ഞങ്ങൾ മറ്റേ പെട്ടിയിൽ ഇട്ട് തരാം. ഏത് പെട്ടി? മാജിക് ബോക്സ്. അതിലേക്ക് ഇട്ട് തരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ 100 കോടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞ 100 കണക്കിന് കോടി രൂപയുടെ മരുന്ന് കാലാവധി കഴിഞ്ഞ വിതരണം നടത്തി. കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്? പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും. മുകളിൽ കിഡ്നിയും ലിവറും മറ്റതൊക്കെ അടിച്ചു പോകും, ഹാർട്ടൊക്കെ. നിങ്ങൾ അറിയേണ്ടത്, ഈ മഹാമാരിയുടെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ആശുപത്രികളിലൂടെ വിതരണം നടത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് കൊടുത്തതാ. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിയുടെ രാജാക്കന്മാരാണിവർ. എന്തു ചെയ്യാൻ? മടിക്കാത്തവർ പണം കിട്ടാൻ കേരളത്തെ കുട്ടിച്ചോറാക്കി. പക്ഷേ അഴിമതിക്ക് യാതൊരു കുറവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആർഭാട് എന്തായിരുന്നു? മറ്റേ നവകേരള സദസ്, കുടുംബശ്രീ നിർബന്ധം, കോർപ്പറേഷൻ ഓഫീസിലെ സ്റ്റാഫ് നിർബന്ധം, തൊഴിലുറപ്പുകാർ നിർബന്ധം, അല്ലേ? ആശാ വർക്കർ, സാക്ഷരതാ പ്രേരക്ക്, ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു സ്കൂളിലെ പിള്ളേരും വേണം. വെറുതെ പിള്ളേര് പോലെ പക്വതയുള്ള പിള്ളേര്. ആരാ കേരളത്തിലെ പക്വതയുള്ള പിള്ളേരുടെ മറ്റേ മോഡൽ ആരാ? അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. നിയമസഭയിൽ ബാലകൃഷ്ണൻ ഞാൻ വരുമ്പോ പറയാ, മുണ്ടു മടക്കി കുത്തി അണ്ടർവെയറിന്റെ കളർ കാണിച്ച് ഓടി നടന്ന ആളാണ് കേരളത്തിലെ കുട്ടികളുടെ മാതൃകാ പുരുഷൻ, റോൾ മോഡൽ, അല്ലേ? പിന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസമുണ്ട്. 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല, 66 കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, ഗവൺമെന്റ് കോളേജുകളിൽ. SFIക്കാര് മൊത്തം വ്യാജ ഡിഗ്രി. അവന്മാരെ സമ്മതിക്കണം. അവന്മാര് നമ്മളെ ചിരിപ്പിച്ച് മണ്ണ് വെപ്പിക്കും. കായംകുളത്ത് SFIയുടെ ഒരു ഏരിയ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്താ കാര്യം? കേസുകാർ വെള്ളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഡിഗ്രി പാസ്സാവാതെ, ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞൊരു വ്യാജ ഡിഗ്രി ഉണ്ടാക്കി M.Com-നെയാണ്. B.Com പരീക്ഷ എഴുതിയിട്ടില്ല, പിന്നെ പാസ്സാവണം. പോലീസ് വിളിച്ചപ്പോ അവനൊരു മൊഴി കൊടുത്ത് ചിരിച്ചു പോകും. ശരിക്കും സാർ, ഞാൻ ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് 2 ലക്ഷം രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചത്. പരീക്ഷ എഴുതാത്തവൻ എങ്ങനെ ഒറിജിനൽ കിട്ടുന്നത്? അപ്പൊ ഇവന് ഇത് സംഘടിപ്പിച്ചു കൊടുത്തത് SFIയുടെ ഏരിയ പ്രസിഡന്റ്. അവൻ
മാലദ്വീപിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോയപ്പോ ഞാൻ അവിടുത്തെ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് തലേ കൈവച്ച്. ഇവരൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. അവൻ തിരിച്ചു വന്നപ്പോ അവനെ പിടിച്ചു. അപ്പൊ അവൻ അതിനേക്കാളും തമാശ. ശരിക്കും ഞാൻ ഒറിജിനലാണെന്ന് വിചാരിച്ചാണ് എറണാകുളത്തെ ഏജൻസിയുടെ അടുത്ത് നിന്ന് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് അവന് കൊടുത്തു. എടാ, എറണാകുളത്തെ ഏജൻസിയാണോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? പിണറായി വിജയന്റെ കാലത്ത്. അപ്പൊ എറണാകുളത്തെ ഏജൻസിക്കാരൻ പറഞ്ഞാൽ അറിയാം, അത് അതിനേക്കാൾ വിറ്റാണ്. ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് 2 ലക്ഷം മേടിച്ചു. എനിക്ക് 1.20 തന്നുള്ളൂ. അവൻ 80 അടിച്ചു മാറ്റിയത്. നല്ല പിള്ളേര്, നല്ല പിണറായി വിജയനൊക്കെ മാറിയാൽ തലപ്പത്തേക്ക് വരേണ്ട പിള്ളേര് അല്ലേ? അവന്മാരാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. കോഴിക്കോട് ബാരിക്കേഡ് കയറി എന്നിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, പോയി കക്കൂസ് കയറിയിടാം. പിണറായിയുടെ പോലീസിനോടാ. വേറെ DYSP ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു. എന്നിട്ട് അവരെ ഒന്നും പറ്റാതെ താഴെ ഇറക്കി, മോനെ കുട്ട ഇവിടെ നീ വാട എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറ്റി. ഞാൻ പറഞ്ഞു അവരൊരു പാൽക്കുപ്പി കൂടെ മേടിച്ചു കൊടുക്കായിരുന്നില്ല. നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയതണ്ട. ക്രൂരമായി മർദ്ദിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി അമ്മയുടെ മുമ്പിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് വാശിയാണ്. അമ്മ പ്രായമായ അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. ഇന്നലെ വൈകുന്നേരം എന്റെ കൂടെ കൊല്ലത്ത് പരിപാടിയിൽ പങ്കെടുത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ തിരുവനന്തപുരത്ത് വെച്ചും കൊല്ലത്ത് വെച്ചും അറസ്റ്റ് ചെയ്ത് രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം. മുട്ടി വാതിൽ തുറന്നു. അമ്മ പറഞ്ഞു മകൻ കിടക്കുകയാണ്. അകത്തേക്ക് പോലീസ് ഇരച്ചു കയറി ഉറങ്ങിക്കിടക്കുന്ന വാതിൽ മുട്ടി കേരളത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളെന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ കരുതിയോ? പേടി നിങ്ങൾക്കാണ്. നിങ്ങൾ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ്. ഭീരുവായ മുഖ്യമന്ത്രി. 4 പിള്ളേര് കരിങ്കൊടി കാണിക്കുമ്പോൾ പേടിച്ചോടി 2200 പോലീസുകാരുടെ അകമ്പടിയിൽ പോകുന്ന ഭീരുവായ മുഖ്യമന്ത്രി. എന്താ ശബരിമലയിൽ പ്രശ്നം? അവിടെ പോലീസ് ഉണ്ടായില്ല. പോലീസ് മുഴുവൻ ഈ നവകേരള സദസ്സിന്റെ പുറകെ ഈ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാനായിരുന്നു. എന്നിട്ടും പേടി മാറാഞ്ഞിട്ട് മുഖ്യമന്ത്രി 4 വണ്ടി ക്രിമിനലുകളെ കൂടെ കൊണ്ടുപോയി. പേടിയാ. ആദ്യം 4 പിള്ളേര് കരിങ്കൊടി കാണിക്കുമ്പോ എന്നെ കൊല്ലാൻ പറ്റുമെന്ന് ഒരാൾ പേടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, സതീശന് എന്നെ പറ്റി ഒന്നും അറിയില്ല, സുധാകരനോട് ചോദിക്കും. APC പ്രസിഡന്റ് ഇവർ ഒരുമിച്ച് പഠിച്ച. ഞാൻ സുധാകരനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു കാരണവശാലും ഇവിടെ പറയില്ല. ഞാൻ പറയില്ല. എന്നിട്ട് പറയാണ് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പറയാണ്. എന്താ പറയുന്നത്? ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഞാൻ പണ്ട് ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നാണ്. എപ്പോ? ചുമ്മാ ഇവിടെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന ഒരാൾ 4 കുട്ടികൾ കരിങ്കൊടി കാണിക്കുമ്പോ 2200 പോലീസുകാരുടെ പോവോ? എന്നിട്ട് എന്നോട് പിന്നെയുണ്ട് പ്രദേശം. എന്നെ അറിയില്ല. പണ്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ എന്റെ നേരെ തോപ്പി ചൂണ്ടി. ആര്? ഞാൻ പറഞ്ഞു അത് തന്നെ. ഉത്സവ പറമ്പിൽ പണ്ട് നമ്മൾ കളിത്തോക്ക് മേടിക്കും. അത് അന്നൊന്നും പൊട്ടൂല. അപ്പൊ നമ്മൾ ടിഷ്യൂ എന്നാണ് പിള്ളേര്. അങ്ങനെ ഏതോ കുട്ടികളെ കാണിച്ചാൽ അല്ലാതെ ആരാണ് പിള്ളേർക്ക് ഇപ്പൊ എന്നോട് പറയാണ്. എന്നെ കാണിച്ചു. എന്നിട്ട് പറയാണ് നവകേരള സദസ് വൻ വിജയമാണ്. അത് കണ്ട് പ്രതിപക്ഷത്തിന് ഹാരളകി. പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മലബാറിൽ ഒരു ചൊല്ലൻ കേട്ടിട്ടുണ്ടോ? ആണ്ടി പാലക്കാട്. ആണ്ടി ഭയങ്കര അടിക്കാനാണ്. ആണ്ടി ഭയങ്കര സംഭവമാണ്. ആണ്ടി റോട്ടിലിറങ്ങി എല്ലാവരും പേടിച്ചോടും. ആരാ പറയുന്നത്? ഇത് ആണ്ടി തന്നെ. ആണ്ടി തന്നെ പറയുകയാണ്. വേറെ ആരും പറയില്ല. അതുപോലെ മുഖ്യമന്ത്രി തന്നെ താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി. എന്റെ മുഖ്യമന്ത്രി ഒന്ന് പുറത്തിറങ്ങി നാട്ടുകാരോട് ചോദിച്ചോ എന്താ പറയുന്നത്? നാട്ടുകാരില്ല. പണ്ട് ഹിറ്റ്ലർ ഒരു കാര്യം ചെയ്യും. ഹിറ്റ്ലർ വലിയ ഏകാധിപതിയായിരുന്നു, സ്വേച്ഛാധിപതി. അപ്പൊ ഹിറ്റ്ലർ ഒരു ദിവസം വേഷപ്രച്ഛന്നനായി വീട്ടിൽ നിന്നിറങ്ങി ഒരു സിനിമാ തിയേറ്ററിൽ പോയി കസേരയിൽ. അപ്പോ പടം തുടങ്ങുന്നതിന് മുമ്പ് ഹിറ്റ്ലറുടെ പടം വരും. അപ്പൊ എല്ലാവരും എഴുതി ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വയ്ക്കും. ഇയാളെ ആസ്വദിച്ചിരിക്കുക. ഇയാളെ പറ്റിയല്ലേ വിളിക്കുന്നത്. അപ്പോ
മൂന്നാല് പേര് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലെന്ന് ചോദിച്ചു. എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എടോ ഞങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല. അയാൾ അതിനെ തലവെട്ടിക്കൊണ്ടു പേടിച്ചിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. മര്യാദയ്ക്ക് വിളിച്ചോളാം. അതുകൊണ്ട് മുഖ്യമന്ത്രി വേഷപ്രസിഡന്റായിട്ട് പുറത്തോട്ടൊന്നും പോകണ്ട. നാട്ടുകാർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കണ്ട. CPM-കാര് പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട. അത് കേൾക്കാതിരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത്, നമുക്കും നല്ലത്. ഇങ്ങനെ തന്നെ പോയാൽ മതി. ഇത് ഈ ഒടുക്കത്തെ പോക്കാണേ. പോയത് ആ ബസ്സിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി എന്നിട്ടൊരു വാഴ വെച്ച് ആ വാഴ കൊലച്ച് ആ പഴം പഴുത്ത് കിളികൾ വന്ന് കൊത്തിത്തിന്നുന്നത് കണ്ടിട്ട് പിണറായി വിജയൻ മടങ്ങും. CPM-നെ തീർത്തിട്ട് എന്നെ കേൾക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. നിങ്ങൾ അവരോടൊക്കെ നല്ല ബഹുമാനത്തിൽ സംസാരിക്കണം. എന്താ കാര്യം അറിയാം? അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണം UDF. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ദുരന്തം കേരളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ മുച്ചൂടും മുടിപ്പിച്ച ഈ ദുരന്തം എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ കുറെ നാളായി കറുപ്പ് കാണാൻ പാടില്ല, കറുത്ത ചുരിദാർ പാടില്ല, കറുത്ത ഷർട്ട് പാടില്ല, കറുത്ത കൂളിംഗ് ഗ്ലാസ് പാടില്ല. കാക്ക പോലും പേടിക്കാൻ കറുത്തായതുകൊണ്ട് ഓൻ പിടിച്ചോണ്ട് പോയാലോ. ഇപ്പൊ കുറെ നാളായിട്ട് വെളുപ്പാണ്. മുഖ്യമന്ത്രി ജില്ലയിൽ ഇറങ്ങിയ വെളുത്ത ഷർട്ടിട്ടോണ്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ പിടിച്ചോണ്ട് പോകും. രാവിലെ കരുതൽ തടങ്കൽ. ഞാൻ വെറുതെയാണോ ഈ ഭീരുവായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്? മുഖ്യമന്ത്രി ഒരു ജില്ലയിൽ പോയാൽ ഈ 2200 പോലീസും ക്രിമിനലുകളും കൂടാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ എവിടെയെങ്കിലും കിടന്ന് തുറക്കേണ്ടി അവിടെ പിടിച്ചോണ്ടു. ഞാനിപ്പോ തൃക്കോണത്തിൽ ചെന്നപ്പോ അവര് പറഞ്ഞു 2 ബഹള കോൺഗ്രസ്സുകാര് രാവിലെ ഇറങ്ങിയതാണ്. അമ്പലത്തിൽ പോലെ കണ്ട് ഇറങ്ങിയത് പിടിച്ചോണ്ടുപോയി. കരുതൽ തടങ്കൽ. ഫറൂഖിന്ന് എന്നെ വിളിച്ചു. ഫറൂഖിൽ നിന്ന് മുഖ്യമന്ത്രി വന്നപ്പോ ശബരിമല പോകാൻ വേണ്ടി മുണ്ടും ഷർട്ടും ഒക്കെ കറുത്തതിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ഇനി ഒറ്റ കാര്യമുള്ളൂ. ശബരിമല സീസൺ തീരുന്നത് വരെ മുഖ്യമന്ത്രി ഏത് ജില്ലയിലുണ്ടോ അന്ന് ഒരു അയ്യപ്പനും പുറത്തിറങ്ങിയാ പിടിച്ചുകൊണ്ടുപോകും. ഇത് എന്ത് നാടാണ്? എന്നിട്ട് ഈ ആളാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഏത് അറസ്റ്റ് ചെയ്യും. യൂത്ത് കോൺഗ്രസ് അങ്ങ് തകർത്തു പോയിട്ടോ. പിണറായി വിജയനോട് പറയും. ഇന്ന് രാവിലെ രാഹുൽ മാക്കൂട്ടത്തിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തോടുകൂടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇല്ലാതായത്. ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആരാണ് ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ശത്രുക്കൾ ആരും ആണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ അവരത് നിർത്തരുത് എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഒരു 2.5 കൊല്ലം കൂടി ഇദ്ദേഹത്തെ ഇതുപോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥന. ഞാൻ അവസാനിപ്പിക്കും. ഈ കൊള്ളക്കാരെ, ഈ അഴിമതിക്കാരെ, കേരളത്തെ മുടിഞ്ഞ തലവാട് പോലെയാക്കിയ ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാതെ പൊരുതാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. അടുത്തായിട്ട് കേരള കോൺഗ്രസിന്റെ നേതാവും മുൻ MP-യുമായ ശ്രീ ഫ്രാൻസിസ് ജോർജ്. ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒട്ടും ദീർഘമായി സംസാരത്തിലേക്ക് കടക്കുന്നില്ല. വളരെ വിശദമായി ഐക്യജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ വിചാരണ സദസ്സിനെ കുറിച്ച്, എന്തുകൊണ്ട് UDF ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യം സംസാരിച്ച പ്രിയപ്പെട്ട ശ്രീ ബാലകൃഷ്ണനും അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത, ഈ സദസ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വളരെ സുദീർഘമായി വിശദമായി കഴിഞ്ഞ 7.5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തെക്കുറിച്ച് നമ്മോട് പറയുകയുണ്ടായി. ഈ അഴിമതി നിറഞ്ഞ ഭരണം ഇവിടെ അവസാനിപ്പിക്കും. എല്ലാ ജനാധിപത്യ മര്യാദകളും കീഴ്വഴക്കങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട്, പ്രതിഷേധിക്കുന്നവരെ മൃഗീയമായി മർദ്ദിച്ചൊതുക്കുന്ന ഒരു ഭരണം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതിന് ഓശാന പാടുന്ന ഒരു മുന്നണി, അതിനെല്ലാ സഹായവും അടിക്കാനും കുത്താനും വെട്ടാനും കൊല്ലാനും എല്ലാം തയ്യാറായി നടക്കുന്ന ഒരു പാർട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി
ഇവരെവിടെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? ഇവർക്കെന്തോ സ്ഥലകാല വിഭ്രമമാണ്. ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നും ഈ നാട്ടിൽ തന്നെയാണ് തുടർന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ധാരണ ഇവർക്ക് നഷ്ടപ്പെട്ടോ എന്നാണ് എനിക്ക് സംശയം. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. കഴിഞ്ഞ 40-45 ദിവസങ്ങളിലായി നമ്മൾ കണ്ട നവകേരള മർദ്ദന യാത്ര അതിപ്പോഴും തുടരുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഊർജ്ജസ്വലനായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തലിനെ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത്? ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളവരല്ലേ ഇവര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമ സമരങ്ങൾ നടത്തിയിട്ടുള്ളവർ അവരാണ് ഇന്ന് ജനാധിപത്യപരമായി സമരം ചെയ്താൽ അതിനെ അടിച്ചൊതുക്കാനായിട്ട് മുന്നോട്ട് വരും. സംശയമൊന്നുമില്ല, ഇത് ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം തന്നെയാണ്. ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ അടിച്ചമർത്തൽ തന്നെ ഇവിടെയും പരീക്ഷിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ, ഞാനിത് പറയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകരോ അതല്ലെങ്കിൽ അനുഭാവങ്ങളോ മാത്രമല്ല, ഇടതുപക്ഷത്തെ സ്നേഹിതന്മാരും സഖാക്കളും സുഹൃത്തുക്കളും പ്രിയമുള്ളവർ തീർച്ചയായിട്ടും ഇതിനെതിരായി പ്രതികരിക്കുന്ന യാതൊരു സംശയവുമില്ല. നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഈ പുതുവർഷത്തിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടം, അതിനെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് going to be a battle for the soul of India. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവുമാണ്. ആ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാനുള്ള വലിയൊരു പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അഴിമതി നിറഞ്ഞ, ധിക്കാരവും ദാർഷ്ട്യവും നിറഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിധി തീർപ്പായിട്ട് കൂടി വരാൻ പോകുന്ന നാളുകളിൽ, വരാൻ പോകുന്ന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഐക്യ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതാവും UDFന്റെ സെക്രട്ടറിയുമായ ശ്രീ ജലീൽ ലക്ഷ്മി. ബഹുമാന്യ യോഗ അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ UDFന്റെ ചെയർമാൻ KVP കൃഷ്ണകുമാർ, കൺവീനർ ബേബി, നമ്മുടെ പ്രിയങ്കരനായ MP ഹൈബി ഈഡൻ, നമുക്കെല്ലാം മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ MLA ടിജു വിനോദ്, ഔപചാരികമായി ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ കണ്ണിലുടെയും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ, എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് ഈ കേരളക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാകാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നടത്തപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള കുറ്റ വിചാരണ സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം വളരെ ഭംഗിയായും ശക്തമായ ജനപങ്കാളിത്തോടുകൂടി നടത്തപ്പെട്ട ഈ ജനസദസ്, കുറ്റവിചാരണ സദസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ ഒരു കനത്ത പ്രഹരമായിരിക്കട്ടെ എന്നാണ് ഞാനും നിങ്ങളും ഇവിടെ വിശ്വസിക്കേണ്ടത്. നമുക്കറിയാം, ശബരിമല സീസണിലെല്ലാം വർഗീയമായ വിപത്തുകൾ ഈ രാജ്യത്ത് വിതറിക്കൊണ്ട്
വർഗീയ വിഷം ചീറ്റിക്കാൻ ഈ രാജ്യത്ത് നടക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായിയും കേന്ദ്രത്തിൽ കോട്ടിട്ട മോദിയും നടത്തുന്ന വർഗീയ വിഷത്തെ താറുമാറാക്കുവാൻ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും UDF നടത്തപ്പെടുന്ന വമ്പിച്ച പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, പാവപ്പെട്ടവന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കുവാൻ ഇവിടെ സപ്ലൈകോ നമുക്കൊക്കെ അറിയാം, ക്രിസ്മസിന് നമുക്കറിയാം, ഓണത്തിന് നമുക്കറിയാവുന്നതാണ്. 10-12 ഐറ്റംസ് സബ്സിഡി നൽകിക്കൊണ്ട് സാധാരണക്കാരെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുവാൻ പാകപ്പെടുത്തുന്ന ഒരു പ്രവണത ഇതിക്ക് മുമ്പ് ഭരിച്ച സർക്കാരുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പോലും ഭക്ഷ്യധാന്യങ്ങളുടെ അപര്യാപ്തം മൂലം സപ്ലൈകോ വെറുതെ നോക്കുകുത്തിയായി ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് കേരളത്തിലെ ധൂർത്തന്മാരും 21 മന്ത്രിമാരും കള്ളന്മാരും നടത്തുന്ന ഈ ജനകേരള സദസ്സ്, നവകേരള സദസ്സ് ആർക്കാണ് ഇതിന്റെ ഗുണഭോക്താവ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ ജനസദസ്സ് കൊണ്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയതുപോലെയുള്ള ഒരു ജനസദസ്സാണ് നടത്താൻ ഉദ്ദേശിച്ചതെങ്കിൽ അവരുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ പാളിപ്പോയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരു പരാതി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് പരാതികളുമായി സാധാരണ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കളക്ടറേറ്റിലുമൊക്കെ പരിഹാരം കാണാതെ വരുമ്പോ അത് നേരെ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുത്ത് പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തിൽ ഒരുപാട് യുവാക്കളും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകളും എല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാത്ത ആളുകളെല്ലാം നവകേരള സദസ്സിൽ പങ്കെടുത്തു എന്നുള്ളത് സത്യമാണ്. സർക്കാർ മിഷനറി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവരുദ്ദേശിച്ച എല്ലാ രീതിയിലും ആളുകളെ സംഘടിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് അമ്പേ പരാജയമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഓരോ നവകേരള സദസ്സ് മുഖ്യമന്ത്രിയെ കാണാൻ ഒരു പ്രവർത്തകന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ വിവിധ ഭാഗങ്ങളിലുള്ള ഓഫീസർമാരെ ഇരട്ടി ഒരു പെട്ടിയും മുമ്പിൽ കൊടുത്തുകൊണ്ടുപോയി അവരവിടെ എത്തുകയായി. പരാതിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് ആദ്യത്തെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തുടർന്നു പോയ സദസ്സുകളിലെല്ലാം നവകേരള സദസ്സിലെല്ലാം പാവപ്പെട്ടവന്റെ പരാതികൾ ആ പെട്ടിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇന്നും അതിന് തീരുമാനമാകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും. ഈ ജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണി കേരളം നടത്തിയപ്പോ നമുക്കറിയാം, ഉമ്മൻചാണ്ടി നിന്ന നിൽപ്പിൽ തന്നെ എല്ലാ അപേക്ഷകളും തന്റെ കയ്യിൽ വാങ്ങി പരിഹാരം കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത് അതിന് പരിഹാരം നിർദ്ദേശിച്ചിട്ടാണ് ആ പരാതിക്കാരൻ സംതൃപ്തിയോടെ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. നേരെ മറിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. ആ പരാതികളെല്ലാം ഇന്നും നാളെയുമായി ചവറ്റുകൊട്ടിയിൽ പോകാനുള്ള സാധ്യത വളരെ വിരളമല്ല. നമുക്കൊക്കെ അറിയാം, 2020 ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി പരിശുദ്ധമാക്കപ്പെട്ട ശബരിമല അതിനെ ജനഹൃദയങ്ങളിൽ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ UDF സർക്കാരും അതിന്റെ യുവജന സംഘടനകളുമെല്ലാം
സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ആ പ്രവണതയെ തടുക്കാൻ തുനിഞ്ഞപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു പദയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. ആ പദയാത്രയിലൂടെ തിരുവനന്തപുരത്തെത്തിയപ്പോ തൻ വിതറിയ വിഷവത്വങ്ങളെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടാണ് അന്ന് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കൂട്ട സമരം ആഹ്വാനം നടത്തിയത്. അതുപോലെ തന്നെ വർഗീയ വിപത്തുകൾക്ക് ഇന്നും കേന്ദ്ര സർക്കാർ മുൻപന്തിയിലാണ് എന്ന് നമുക്കറിയാം. ഇപ്പോ ബാബരി മസ്ജിദിന്റെ പേരിൽ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തെയും സ്വീകരണ ചടങ്ങിലോട്ട് വിളിച്ചുകൊണ്ട് ആ പാർട്ടിയിലുണ്ടാകുന്ന ഭിന്നത മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ശക്തമായും തക്കതായ പരിഹാരം കോൺഗ്രസ് മുന്നണിയും കേരളത്തിലെ യൂണിറ്റ് മുന്നണിയും പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറ്റവിചാരണ സദസ്സ് വമ്പിച്ച വിജയമാക്കുവാൻ ശ്രമിച്ച എല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യു ഡി എഫ്.